ഇപ്പോൾ ചൂരൽമല വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും അരുൺ അമൃതാഥ് ചേരുന്നു. അരുൺ, അവിടെ രക്ഷാദൗത്യം തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? കൂടുതൽ സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നേരത്തെ പറയുകയുണ്ടായി. കട്ടിംഗ് മെഷീനുകൾ അടക്കമുള്ളവ മാത്രമല്ല 12 JCBയും 15 ഹിറ്റാച്ചുകളും ഇതിനോടകം പുഴ കടന്ന് എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു. വളരെ കാര്യക്ഷമമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ ഇപ്പോൾ? മോത്തി, ഇവിടെ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഇവിടെ നിന്നൊരു മൃതദേഹം പുതുതായി കിട്ടിയതായി സംശയിക്കുന്നു. അവിടെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്ന ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സൈന്യം ഉൾപ്പെടെ കൂടുതൽ സംഘം എത്തി അവിടെ പരിശോധിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഇറ്റാച്ചി കൂടുതൽ യന്ത്രങ്ങൾ, ഇറ്റാച്ചി JCB ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്തിയിട്ടുണ്ട്. വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് മരക്കൂമ്പാരങ്ങളാണ്. മരങ്ങളുടെ ഒരു വലിയ കൂമ്പാരങ്ങൾ, ഒരാൾ പൊക്കത്തിൽ തന്നെ ചളിയുണ്ട്. അതിനും മേലെ പതിഞ്ഞു കിടക്കുകയാണ് ഈ മരത്തിന്റെ കൂമ്പാരങ്ങൾ. ഇതിനിടയിൽ ഈ മണ്ണ് മാന്തി നീക്കുമ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. ഇത് വലിച്ച് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ആണ് ഇപ്പോൾ സൈന്യവും NDRFും മറ്റ് സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന സംഘം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ മരങ്ങൾ മാറ്റിയുള്ള വേണം ബാക്കി നമുക്ക് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ മരങ്ങൾ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇത് നീക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഒരു രക്ഷാദൗത്യം സാധ്യമാവുകയുള്ളൂ. ആദ്യ ദിവസങ്ങളൊന്നും നമുക്ക് പാടെ നമ്മുടെ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയായിരുന്നു. ഏതെല്ലാം മേഖലയിലാണെന്ന് പോലും തിരിച്ചറിയാത്ത ഘട്ടമാണ്. അതിനെല്ലാം സ്ഥിതിഗതി മാറി വരുന്നുണ്ട്. ഈ ഈ രക്ഷാപ്രവർത്തകർ കൂടുതലായി ആദ്യം ഇവിടെ എത്തി ഇവിടുത്തെ സ്ഥിതിഗതി തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് ഈ സൈന്യത്തോട് ഉൾപ്പെടെ ആവശ്യം സർക്കാർ സംവിധാനങ്ങളോട് ഉന്നയിച്ചു. അങ്ങനെയാണ് സൈന്യം ഇങ്ങോട്ടേക്ക് എത്തിയത്. കൂടുതൽ ഈ ഭാഗത്തായി കൂടുതൽ മൃതദേഹങ്ങളുണ്ട്. ഈ ഒരു പ്രദേശത്തെ ഒരു ആഘാതം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു ഭാഗത്താകെ ഒരു വീടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മല ഇടിഞ്ഞു വന്ന് ഈ വീടുകളെല്ലാം, ഈ പ്രദേശം എല്ലാം ഒരു ഭാഗം മുഴുവൻ പതിഞ്ഞ ഒരു മേഖലയാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് ഈ വിസ്തീർണത്തിൽ നമ്മൾ കാണുന്നത് എന്നുള്ളത്. തൊട്ടപ്പുറത്തേക്ക് ഈ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയാണ് നേരത്തെ രക്ഷാപ്രവർത്തകരൊക്കെ നമ്മോട് പറഞ്ഞ അനുസരിച്ച്, ഈ വാർഡ് മെമ്പറൊക്കെ നമ്മളോട് പറഞ്ഞ അനുസരിച്ച് ഈ മേഖലയിൽ നിന്നാണ് ഈ ചാലിയാർ വഴി ഒഴുകുന്ന ഒരു കൈവരി നമുക്ക് കാണാം. ഇതിലൂടെയാകാം പോത്തുകല്ല് മേഖലയിലേക്കൊക്കെ ഉൾപ്പെടെ ശരീരങ്ങൾ ഉൾപ്പെടെ ഒലിച്ചു പോയതെന്നാണ് നിഗമനം. എന്തായാലും അത്തരത്തിൽ കഠിനമായ പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളും ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തെയും NDRFനെയും സന്നദ്ധ പ്രവർത്തകരെയൊക്കെ സഹായിക്കാൻ പ്രദേശവാസികളുടെ സഹായം കൂടിയുണ്ട്. കാരണം ഈ ഭൂപ്രകൃതി അറിയാവുന്നവർ അവരാണ്. അവർക്ക് പോലും പക്ഷേ തിരിച്ചറിയാത്ത രീതിയിൽ ഇതിന്റെ ഭൂപടം തന്നെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അവിടെയൊക്കെ അവരുടെയൊക്കെ സഹായം ലഭ്യമാക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഈ ഒരു മേഖലയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയതായാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കുന്നത്. അവിടെയാണ് അത് പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം, ഒരു തെരച്ചിലിനിടെ അത് കണ്ടെത്തി അത് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അത് താഴെ നിന്ന് ഏറ്റവും അടിയിലേക്കായി നമുക്കറിയാം ഒരു ഏകദേശം നല്ല അടി താഴ്ചയുണ്ട്. ഈ മരങ്ങൾക്ക് അടിയിലായി മരങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. മരങ്ങൾക്കും അടിയിലായി ചളി പുതഞ്ഞു കിടക്കുന്നുണ്ട്. ചളീനെയും അടിയിലാണ് ഈ മൃതദേഹം എന്നുള്ള ഒരു സാഹചര്യം. അപ്പോൾ എത്രത്തോളം ദുഷ്കരമാണെന്ന് നമുക്കിവിടെ നിൽക്കുമ്പോൾ പോലും നമുക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. കാരണം ഒറ്റ നോട്ടത്തിൽ കുറെ മരങ്ങൾ ഇങ്ങനെ കിടക്കുന്നതേ നമുക്ക് അറിയുകയുള്ളൂ. പക്ഷേ അതല്ല സാഹചര്യം. ഈ മരങ്ങൾ നീക്കി മാറുമ്പോൾ അതിനടിയിൽ വലിയ ഉയരത്തിൽ ചളി ഇങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന, മണ്ണ് ഇങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി. അതിനു മേലെ ഈ മരങ്ങൾ കിടക്കുന്നു. ഈ വിസ്തീർണത്തിലായി ഈ സ്ഥലം മുഴുവൻ അങ്ങനെ കിടക്കുന്നു. അതിനാണ് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചത്. എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് പറയാനായത് ഒരു പ്ലാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. ഒരു പ്ലാൻ എന്തൊക്കെ വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമുക്കൊരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ സൈന്യത്തിന്റെ പ്രവർത്തനം, എങ്ങനെയൊക്കെ അവിടേക്ക് എത്താൻ സാധിക്കും, എന്തെല്ലാം പ്രവർത്തനം ിക്കാൻ സാധിക്കും, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം, എങ്ങനെ മൃതദേഹങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഉള്ളത് എന്നൊരു നിഗമനമൊക്കെ ഈ 2 ദിവസത്തെ തെരച്ചിലിനിടയിൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയെല്ലാമാണ് സ്ഥിതി എന്നൊരു ഐഡിയ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈന്യം ഉൾപ്പെടെ എത്തി, അത്യാധുനിക യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തി ഈ ചൂരൽമല വില്ലേജ് ഓഫീസ് പരിസരത്തുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നത്. വളരെ ദയനീയമായ കാഴ്ചകൾ അതിനിടയിലും ഞാൻ ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. വളരെ സ്കൂൾ കുട്ടികളുടെ ബാഗുകൾ, അങ്ങനെ വീട്ടു സാമഗ്രികളൊക്കെ ഈ
മരത്തിന്റെ കൂമ്പാരങ്ങൾക്കിടയിലൂടെ നമ്മുടെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നു എന്നുള്ളൊരു വേദന. അത്തരത്തിൽ എന്തായാലും ഇവിടെ കൂടുതൽ സംഘമെത്തി ഇവിടുത്തെ രക്ഷാദൌത്യങ്ങൾക്കൊരു ക്രോഡീകരണം വന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആദ്യ ദിനം 23 മൃതദേഹങ്ങൾ, രണ്ടാം ദിനം 16 മൃതദേഹങ്ങളും കണ്ടെത്തി. അപ്പോൾ ഈ മേഖലയിൽ ഓരോ ദിനവും നമുക്ക് സമയപരിധിയൊക്കെ കാരണം ഈ രക്ഷാദൌത്യം അവസാനിപ്പിക്കുകയാണ്. അപ്പോഴും ബാക്കിയാകുന്നത് ഉണ്ട്. അവിടെയൊക്കെ വെച്ച് വീണ്ടും അവർ തുടങ്ങുകയാണ്. ഓരോ ദിനവും അവർ തുടങ്ങുകയാണ്. പുലർച്ചെ മുതലെത്തിയ അവർ തയ്യാറായി എത്തുകയാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുക തന്നെയാണ്. മോത്തി ഈ മൃതദേഹം കണ്ട സ്ഥലത്ത് ഇപ്പോൾ അത് പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രദേശത്ത് നിന്ന് ചൂരൽമല വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഗോകുൽ, ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നു കാപ്പിത്തോട്ടത്തിൽ നിന്നടക്കം ഒലിച്ചു പോന്ന ഒരുപാട് മരങ്ങളും വേരുകളും വന്നടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരും അടക്കം ഈ ഭാഗത്ത് ഇനിയും ഏറെ ഉണ്ടാവുക തന്നെ ചെയ്യുമായിരിക്കും. അതുകൊണ്ടായിരിക്കണം രക്ഷാ ദൗത്യ സംഘം ആ ഭാഗത്ത് കേന്ദ്രീകരിച്ച് ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നും തോന്നുന്നു. ഏറെ മൃതദേഹങ്ങൾ ഇനിയും അതിനടിയിലുള്ളതായി കഴിഞ്ഞ ദിവസവും പലരും നമ്മളോട് പങ്കുവെക്കുകയുണ്ടായിരുന്നല്ലോ. അതിദാരുണമായ കരളലിയിക്കുന്ന കാഴ്ചകളാണ് എങ്ങും ഉള്ളത് എന്ന്